ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കപ്പലിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നെതർലാൻഡിലെ ഒരു ചരക്ക് കപ്പലായിരുന്നു SS ഔറൻമെഡാൻ. 1940 കാലഘട്ടത്തിൽ ഈ കപ്പൽ ചരക്കുമായി മാർഷൻ ദ്വീപുകൾക്ക് സമീപം കൂടി പോകുകയായിരുന്നു. പെട്ടെന്നാണ് ഈ കപ്പലിൽ നിന്ന് നിരവധി അപായ സന്ദേശങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ അതിനെ തുടർന്ന് സമീപത്തുള്ള മറ്റു കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയായിരുന്നു. എന്നാൽ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ SS ഔറൻമെഡാനിലെ എല്ലാ നാവികരും മരിച്ചിരുന്നു. അമേരിക്കൻ കപ്പലായ സ്വിഫ്റ്റ് ഓഫ് ബ്ലാഡ്മോറിനും സിൽവർ സ്റ്റാറിനുമാണ് ഔറൻമെഡാനിൽ നിന്നുള്ള SOS സന്ദേശം ആദ്യമായി ലഭിക്കുന്നത്. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചാറ്റ് റൂമിലും പാലത്തിലും മരിച്ചു കിടക്കുന്നു. അതായിരുന്നു ആ സന്ദേശം. അമേരിക്കൻ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്ററിന് ലഭിച്ച അവസാന സന്ദേശം "ഞാൻ മരിക്കുന്നു" എന്നായിരുന്നു. സിൽവർ സ്റ്റാർ കപ്പൽ അപകടസ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഭയാനകരമായ കാഴ്ചകളായിരുന്നു. കപ്പലിലെ പല ഭാഗത്തും മരവിച്ച മൃതശരീരങ്ങൾ. എല്ലാ മൃതശരീരങ്ങളുടെയും മുഖങ്ങൾ മുകളിലേക്ക് സൂര്യനെ നോക്കി നിൽക്കുന്ന നിലയിലായിരുന്നു. അവരുടെ കണ്ണുകൾ എന്തോ കണ്ട് ഭയന്നതുപോലെ തുറച്ചിരുന്നു. പിന്നെ ഔറൻമെഡാൻ കപ്പൽ കരക്ക് വലിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം സിൽവർ സ്റ്റാർ കപ്പൽ ജീവനക്കാർ ആരംഭിച്ചു. ഇതിനിടയിൽ ഔറൻമെഡാൻ്റെ താഴ്ത്തട്ടിലുണ്ടാക്കിയ ഏതോ ഒരു വലിയ സ്ഫോടനം കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കുകയും ഔറൻമെഡാൻ കടലിൽ മുങ്ങിപ്പോവുകയും ആയിരുന്നു. ഔറൻമെഡാനൊപ്പം അന്ന് കടലിൽ മുങ്ങിത്താന്നത് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൂടിയായിരുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ.